എന്നിട്ടും മലയാളി മതനിരപേക്ഷതയ്ക്ക് വോട്ട് ചെയ്യുന്നുള്ളതാണ്. അടുത്തു മലയാളിക്ക് വർഗീയത മടുപ്പാണ്. അതാണ് അതിൽ ആ വർഗീയതയുടെ ഒരു വിഷം കയറിയിട്ട് എവിടെങ്കിലും പോയി ബി.ജെ.പിക്ക് 10 സീറ്റ് കൊടുക്കാമെന്ന് ആലോചിക്കുന്നില്ല. 3 സീറ്റിലെ ബി.ജെ.പി ലീഡ് ചെയ്യുന്നുള്ളൂ. അതിൽ തന്നെ 2 നാരോ എഴുത്തിനാണ് ലീഡ് ചെയ്യുന്നത്. അപ്പൊ മലയാളി ആ കാര്യത്തിൽ എവിടെയെങ്കിലും വർഗീയതയെ തള്ളി പറയുന്നു കേരളം. വർഗീയതയെ തള്ളി പറയുന്നു. ഖൗമിലെ കുട്ടി അടക്കം മുന്നിലാണ് എന്നാണ് നമ്മുടെ പേരാമ്പ്രയിലേക്ക് പോകുമ്പോൾ ഖൗമിലെ കുട്ടിക്ക് വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞ് അവിടെ മുസ്ലിം ലീഗ് വർഗീയ പ്രചാരണം നടത്തുന്നു എന്ന് പറഞ്ഞ് അവിടെ ഒരു ഏകീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതടക്കം പാളുകയാണ് എന്നാണ് ഇപ്പൊ കാണുമ്പോൾ തോന്നുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ കേരളം എന്ന് പറയുന്നത് അതിന്റെ മതനിരപേക്ഷമായ മനസ്സ് നിലനിർത്തുന്നു എന്നത് ചെറിയ കാര്യമല്ല. ബംഗാളൊക്കെ ബി.ജെ.പി കയ്യിലെടുക്കുമ്പോൾ, അസമിൽ നിലനിർത്തുമ്പോൾ കേരളം ഏതെങ്കിലും പോളറൈസേഷൻ പൊളിറ്റിക്സിന് വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള വയോവൃദ്ധന്മാരോട് താങ്കളുടെ വിഷനാവ് കയ്യിൽ വെച്ചേക്കും എന്ന് പറഞ്ഞ് ആലപ്പുഴയിലും തൊട്ടടുത്ത ജില്ലയിലും കൊല്ലത്തും എല്ലായിടത്തും എന്ത് ചെയ്യാണ്, എടുത്ത് കളയാണ് ജനം. അപ്പൊ നമ്മുടെ മലയാളിയെ കുറിച്ചുള്ള നമ്മുടെ ഒരു എന്താണ് അവരെ നമ്മൾ കുറച്ചുകൂടി നമുക്ക് വീണ്ടും വാല്യൂ ചെയ്യാൻ തോന്നണം. അപ്പൊ മോശം പൊളിറ്റിക്സ് കൊണ്ടല്ല LDF ജയിക്കാൻ കഴിയുക, പൊളിറ്റിക്സ് കൊണ്ടുമല്ല, പൊളിറ്റിക്സുമല്ല.